ലോകത്താദ്യമായി തെങ്ങ് ഗവേഷണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ആദ്യത്തെ സങ്കര ഇനം തെങ്ങിൻ തൈ ഉൽപ്പാദിപ്പിക്കുന്നതിൽ വിജയിക്കുകയും ചെയ്ത സ്ഥാപനമെന്ന നിലയ്ക്ക് പീലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം കാർഷിക ഗവേഷണ രംഗത്ത് സ്തുത്യർഹമായ സ്ഥാനം അലങ്കരിക്കുന്നു. കേരളത്തിലെ പ്രധാന വിളകളായ തെങ്ങ്, കുരുമുളക്, കശുവണ്ടി എന്നിവയുടെ ഉൽപ്പാദനത്തിന് ആക്കമുട്ടി. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകൾ ഉൾപ്പെടുന്ന ഉത്തരമേഖലയിലെ ഗവേഷണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് കാർഷിക ഗവേഷണ ഫലങ്ങൾ പുറത്തുകൊണ്ടുവരിക എന്ന ഭാരിച്ച ചുമതലയാണ് പീലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം നിർവഹിച്ചുവരുന്നത്. കാർഷിക ഗവേഷണ മേഖലയിൽ 100 വർഷത്തെ സ്തുത്യർഹ സേവനങ്ങൾ നൽകിവരുന്ന ഈ ഗവേഷണ കേന്ദ്രം ഇപ്പോൾ ശതാബ്ദിയുടെ നിറവിലാണ്. കേരള സംസ്ഥാനത്തെ നാളികേര വികസനത്തിന് നേതൃത്വം വഹിക്കുക, നെല്ല്, പയർവർഗ്ഗങ്ങൾ, എണ്ണക്കുരുവിളകൾ എന്നിവയുടെ പരിശോധന നിർണയ കേന്ദ്രമായി പ്രവർത്തിക്കുക, മഞ്ചേശ്വരം ഉപകേന്ദ്രം, പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രം എന്നിവയുടെ മേൽനോട്ടം വഹിക്കുക തുടങ്ങിയവയും പീലിക്കോട് ഗവേഷണ കേന്ദ്രത്തിന്റെ മുഖ്യ ചുമതലകളാണ്. ഇതിനു പുറമെ കർഷകരുടെ കൃഷിസ്ഥലങ്ങൾ പരിശോധിച്ച് വിള പരിപാലന മുറകൾ നിർദ്ദേശിക്കുക എന്ന കടമയും ഈ സ്ഥാപനത്തിനുണ്ട്. കാസർഗോഡ് ജില്ലയിലെ പീലിക്കോട് മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഈ മാസം 13, 14 തീയതികളിൽ തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രവും കാർഷിക സർവകലാശാലയും സംയുക്തമായി സംഘടിപ്പിച്ച വേറിട്ട കാർഷിക മാതൃകകൾ മുഖാമുഖം പരിപാടി മികച്ച കർഷക പങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായി. മുഖാമുഖത്തിൽ കേരകൃഷിയിൽ കേരളത്തിന്റെ വരും നാളുകൾ, കേരളത്തിന്റെ നെൽവർഷം, പ്രസക്തിയും സാധ്യതകളും, വരൾച്ചയുടെ വരും ദിനങ്ങൾ, അതിജീവന മാർഗങ്ങൾ, കേന്ദ്ര സർക്കാർ ആവിഷ്കൃത പദ്ധതികൾ, കാർഷിക അനുബന്ധ മേഖലകളിൽ, നാടനിനങ്ങൾ, നാടിന്റെ സമ്പത്ത്, വേറിട്ട കാർഷിക മാതൃകകൾ എന്നീ വിഷയങ്ങളിൽ ശില്പശാലകൾ നടത്തപ്പെട്ടു. ഈ മുഖാമുഖം പരിപാടിയിൽ പ്രശസ്തരായ കാർഷിക ശാസ്ത്രജ്ഞന്മാർ, അനുബന്ധ മേഖലകളിലെ വിദഗ്ധർ, കർഷകർ തുടങ്ങിയവർ തങ്ങളുടെ ആശയങ്ങളും അനുഭവങ്ങളും പങ്കുവച്ചു. സ്വന്തം ജനനിതന്മാറിൽ വിഷം തേച്ച് ക്ഷീരം നുകരുന്ന മക്കളെ പെറ്റമ്മേ, കാറ്റിലും നീറ്റിലും മുക്കിയുലയ്ക്കാതെ കാത്തുകൊള്ളേണം ജഗന്നിതായേ. മലമേലെ പച്ചക്കുട തിമിർത്താടുന്നു, മലമടക്കിൽ പച്ച പൊട്ടിച്ചിരിക്കുന്നു, അതു കീറി മാന്തി വയലൊക്കെ നിറയ്ക്കുന്നു, എവിടെയാണിനി എന്റെ ഹരിത ഭംഗി. ഒരു മരമൊരായിരം കായ്കനികൾ, അതു തിന്നു പറവകൾ പാറിപ്പറക്കവേ, ഒരു മഴു വീശി നീ വെട്ടി മുറിക്കുകിൽ ചിറകറ്റു വീഴും ശലഭമെത്ര. പുഞ്ചിരി തൂകും മണലൂറ്റി സൗധങ്ങൾ സൗഭാഗ്യമായി കരുതിയോരേ, കാലം നിനക്കു ശരശയ്യയായി തീർന്നിടും, കാളസർപ്പത്തിൻ വിഷം ഭുജിക്കും. അമ്മേ ഭൂമിമാതേ ജഗദംബികേ നീ കാക്കണേ, അറിവിൻ കുറവിനാൽ ചെയ്തോരബദ്ധങ്ങൾ കനിവിൻ നിറവായി പൊറുക്കേണമേ. ഏവർക്കും നമസ്കാരം. പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം പീലിക്കോടിൽ വെച്ച് തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം സംഘടിപ്പിക്കുന്ന കാർഷിക മുഖാമുഖം പരിപാടി, അതിൻ്റെ ആദ്യ സെഷൻ ആരംഭിക്കുകയാണ്. ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നത് പ്രോഗ്രാം മേധാവി ശ്രീമതി KR ബീന അവർകളാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഈ ചടങ്ങിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 30 വർഷമായിട്ട് കാർഷിക പരിപാടികൾ അവതരിപ്പിക്കുന്ന തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിനെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്താൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. നാട്ടിൻപുറം എന്ന പരിപാടി ചിലരെങ്കിലും കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
നാട്ടിൻപുറത്തിൽ തുടങ്ങി എൻ്റെ ഗ്രാമം എന്ന പരിപാടിയിലൂടെ ഇപ്പോൾ ഇന്ത്യയിലെ എല്ലായിടത്തും കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഞങ്ങളുടെ ദൂരദർശൻ്റെ ശൃംഖലയിൽ കൃഷിദർശൻ എന്ന പേരിൽ ഞങ്ങൾ കൃഷി പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്. അത് എല്ലാ ജില്ലകളിലും പോയി എല്ലാ സാങ്കേതിക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയും ഉൾപ്പെടുത്തി കൃഷി വിജ്ഞാനം ജനങ്ങളിൽ എത്തിക്കുന്ന പരിപാടിയാണ്. ഇതിന് യാതൊരു ലാഭേച്ഛയുമില്ല, ഇതിന് യാതൊരു വാണിജ്യവൽക്കരണവുമില്ല. ഈ പരിപാടി പല ഫോർമാറ്റുകളിൽ അവതരിപ്പിക്കുന്നുണ്ട്. സ്റ്റുഡിയോയിലെ പരിപാടികൾ നടത്തുന്നുണ്ട്, പിന്നെ എല്ലാ ജില്ലകളിലും നടത്തുന്നുണ്ട്. ഇതുപോലെ വിദഗ്ധരുമായിട്ടുള്ള മുഖാമുഖങ്ങളുമുണ്ട്. അപ്പോൾ ഇത്തരം മുഖാമുഖങ്ങളിലുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിക്കാർക്ക് ഗവേഷകർ അവർ സമ്പാദിക്കുന്ന അറിവുകൾ കൃഷിക്കാർക്ക് നേരിട്ട് എത്തിക്കാൻ സാധിക്കും. അത് അവരുടെ കൃഷിയിടങ്ങളിൽ പരീക്ഷിക്കാൻ സാധിക്കും. ഞാനിവിടെ വന്നപ്പോൾ കണ്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 വിഭാഗങ്ങളായിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. പുരുഷന്മാരും സ്ത്രീകളും വേറിട്ടാണ് ഇരിക്കുന്നത്. അതിൽ കൂടുതൽ പുരുഷന്മാരും കുറച്ച് പ്രായമുള്ള ആളുകളാണ്. റിട്ടയർമെൻറ്റിന് ശേഷം കൃഷി ചെയ്യുന്നവരാണോ അതോ കൃഷിക്കാരാണോ എന്ന് എനിക്കറിയില്ല. സ്ത്രീകളെല്ലാവരും തന്നെ ഞാൻ സംസാരിച്ചപ്പോൾ മിക്കവരും വീട്ടമ്മമാരാണ്. അപ്പം നമ്മുടെ വീട്ടമ്മമാർക്ക് കൃഷിയിൽ താല്പര്യം തോന്നി തുടങ്ങിയ നല്ല ലക്ഷണമാണ്. അപ്പം നേരത്തെ അദ്ദേഹം കവിതയിൽ സൂചിപ്പിച്ച പോലെ ക്ഷീരമാതാവിൻ്റെ അകടി പോലും വിഷം പുരട്ടുന്ന ലാഭേച്ഛ കൊണ്ട് ജനങ്ങളുടെ ആരോഗ്യത്തിൽ പോലും, സ്വന്തം സഹോദരൻ്റെ ആരോഗ്യത്തിൽ പോലും ശ്രദ്ധിക്കാത്ത ലാഭേച്ഛ മാത്രമുള്ള കുറേ ആളുകൾക്ക് സ്വന്തം കുട്ടികൾക്ക് നല്ല ഭക്ഷണം, ആരോഗ്യമുള്ള കുട്ടികളെ വളർത്താൻ സഹായിക്കുന്ന, വിഷം ഇല്ലാത്ത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന, നല്ല പാല് കൊടുക്കാൻ സാധിക്കുന്ന വിജ്ഞാനം ഈ മുഖാമുഖത്തിൽ കൂടി എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. ചടങ്ങിന് 2 വാക്ക് സംസാരിക്കുന്നതിന് ബഹുമാനപ്പെട്ട ഡീൻ ഡോക്ടർ എം ഗോവിന്ദൻ അവറുകളെ സാദരം ക്ഷണിക്കുന്നു. കേര ഗവേഷണത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ, അതുപോലെ തന്നെ കേരള സർക്കാർ നെൽകൃഷി വർഷമായി ആചരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം വളരെയധികം കർഷകർക്ക് പ്രയോജനപ്പെടും എന്ന് ഉറപ്പുണ്ട്. നവീന സാങ്കേതിക വിദ്യകൾ കൃഷിക്കാരിലേക്ക് എത്തിക്കുകയും കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയും കാർഷിക മേഖലയിലെ നിരവധി തൊഴിലവസരങ്ങളും അതുപോലെ തന്നെ പദ്ധതികളും ഉപയോഗപ്പെടുത്തുകയും ഇതിനെക്കുറിച്ചൊക്കെയുള്ള അറിവുകൾ നേടുകയും ഈ അവസരത്തിൽ വളരെയധികം ഗുണപ്രദമായിരിക്കും. ഇത്തരത്തിലുള്ള ഈ മഹനീയ സംരംഭം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ മുഖാമുഖം പരിപാടി അത് വളരെ ചിട്ടയോടെയും ഗംഭീരമായി സംഘടിപ്പിക്കുന്നതിന് കർമ്മധീരമായ നേതൃത്വം നൽകിയ റിസർച്ച് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ PR സുരേഷ് അവറുകളെ ഏറെ സ്നേഹത്തോടെ 2 വാക്ക് സംസാരിക്കുന്നതിന് സാദരം ക്ഷണിക്കുന്നു. ആദ്യമേ തന്നെ ഇത്തരമൊരു പ്രോഗ്രാം ഇവിടെ നടത്തുന്നതിന് സന്മനസ് കാണിച്ച ദൂരദർശൻ കേന്ദ്ര തിരുവനന്തപുരത്തോട് നമ്മുടെ സ്ഥാപനത്തിനും കാർഷിക സർവകലാശാലയ്ക്കുമുള്ള കടപ്പാടും നന്ദിയും ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഈ പരിപാടിയുടെ വിജയം ഇതിൽ പങ്കെടുക്കുന്ന കർഷക സുഹൃത്തുക്കളുടെ കയ്യിലാണ്. എല്ലാവരും ആത്മാർത്ഥമായി ഇതിനകത്ത് പങ്കെടുക്കണം. കഴിയുന്നത്ര നല്ല രീതിയിൽ ഈ പ്രോഗ്രാം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി കുടുംബശ്രീ പ്രവർത്തനത്തിലൂടെയും കാർഷിക മേഖലയിലെ സജീവമായ ഇടപെടലും സാന്നിധ്യവും കൊണ്ട് നിരവധി അവാർഡ് നേടിയ പ്രിയപ്പെട്ട ഭാരതി ചേച്ചി ഇവിടെ നമ്മുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാക്കിയിട്ടുണ്ട്. നമ്മോട് സംസാരിക്കാൻ ഭാരതി ചേച്ചിയെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇവിടെ ഈ കർഷക മുഖാമുഖം പരിപാടി തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ നമ്മുടെ കർഷകരുടെ ഇടയിൽ വന്ന് നമ്മോട് ഒപ്പം ചേർന്ന് ഈ പരിപാടി നമുക്ക് എല്ലാവർക്കും പങ്കെടുത്ത് ആസ്വദിക്കാൻ പറ്റിയ ഈ വേദിയോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു. ഇത്
എപ്പോഴും തിരുവനന്തപുരത്ത് നിന്ന് ചെയ്യുന്ന പ്രക്ഷേപണം ടി വിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുക മാത്രമാണ് സാധിച്ചിട്ടുള്ളത്. ഇന്ന് ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചതിൽ എന്തോന്നറിയില്ല, മനസ്സുകൊണ്ടോ ഒന്ന് പറയാൻ പറ്റാത്ത കടപ്പാട് തിരുവനന്തപുരം സംരക്ഷകരോട് ഉണ്ട്. ഞാൻ കണ്ണൂർ ജില്ലയിൽ പെർളശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവിടുത്തെ പെർളശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ വൈസ് ചെയർപേഴ്സണാണ്. കുടുംബശ്രീയിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് എനിക്ക് ഈ വേദിയിൽ എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. കേവലം ഒരു കേരള ദിനേശ് ബീഡി എന്ന സ്ഥാപനത്തിൽ നിന്ന് ബീഡി തിരക്കുന്ന ഒരു തൊഴിലാളിയായിരുന്നു. കുടുംബശ്രീ വന്നതോടുകൂടി ഞാൻ എന്തുകൊണ്ടോ മതിമറന്നു പോലെയാണ് ഇപ്പോൾ ഉള്ളത്. ഈ വേദിയിൽ എനിക്ക് 2 വാക്ക് പറയാൻ കഴിഞ്ഞതും പിന്നെ കൃഷി എന്താണ് എന്ന് പറയാന്ന് കുടുംബശ്രീ ചേർന്നത് മുതൽ തന്നെ കൃഷി മേഖലയിലേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും കൃഷി എന്ന് കേൾക്കുമ്പോൾ ഞാൻ ഏടെ വേണ്ടിക്കും പോകാറുണ്ട്. ഇവിടെ തന്നെ 6 മാസം മുന്നേ ഉള്ള ഒരു ക്ലാസ്സിൽ ഞാൻ 3 ദിവസം പങ്കെടുത്തിട്ടുണ്ട്. ഇവിടെ പരിചയമുള്ള സാറ് ഉണ്ടായിരുന്നു. പിന്നെ എന്ത് പറഞ്ഞാലും കൃഷി നമുക്ക് ഇന്ന് നെല്ല് ഇപ്പോൾ 5 ഏക്കർ നെല്ല് കൃഷി എൻ്റെ ഒരു ഗ്രൂപ്പ് ചെയ്തിട്ട് പക്ഷേ വരണ്ടുണങ്ങുന്നതാണ് ഇപ്പം കാണാനുള്ളത്. എന്നാലും കതിർ കഴിച്ച് ഏറെക്കുറെ വിളഞ്ഞ് വരാണ്ട് മോട്ടർ വെച്ച് വെള്ളം അടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് എനിക്ക് ഇന്നിവിടെ പറയാനുണ്ട്. പിന്നെ പച്ചക്കറി ആയാലും പയറുവർഗ്ഗമായാലും പെർളശ്ശേരി പഞ്ചായത്തിനെ ആകെ ഞാൻ കൃഷി ചെയ്യിക്കുന്നതിൽ വളരെയേറെ പ്രോത്സാഹിപ്പിക്കാറുമുണ്ട്, കൃഷി ചെയ്യിക്കാറുമുണ്ട്. ഓരോ വാർഡുകളിലും ഓരോ ജനങ്ങളിലും JLG ഗ്രൂപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ട് തന്നെയാണ് കൃഷി ചെയ്യാൻ തയ്യാറാകുന്നത്. ഈ പ്രാവശ്യം നമ്മുടെ ഭരണസമിതി വന്നതും പുതിയ JLG ഗ്രൂപ്പ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞതും എല്ലാ വാർഡുകളിലും പോയിട്ട് ക്ലാസ് എടുത്തിട്ടും JLG ഗ്രൂപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ടും ഓരോ കർഷകരെ കൊണ്ടും കൃഷി ചെയ്യിക്കാൻ വേണ്ടിയിട്ടും എന്നല്ലാതെ പിന്നെ നമ്മുടെ JLG ഗ്രൂപ്പ് ഇപ്പം കുടുംബശ്രീൻ്റെ സമാഗമം നടത്തിയ ഈ വേളയിൽ ഒരു കർഷകൻ 2 കുണ്ട് പച്ചക്കറി എങ്കും നട്ടിട്ട് ആ പച്ചക്കറി നമുക്ക് തിന്നാൻ പറ്റുന്നതാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ മക്കളെ തിന്നിക്കാൻ പറ്റുന്നതാണെങ്കിൽ അതിൻ്റെ ഒരു രസം വേറെ തന്നെയെന്ന് ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ നമുക്ക് പണ്ടെല്ലാം പറയുന്നത് ഇപ്പോൾ പുഴു തിന്നിട്ട് കൃഷിയെല്ലാം നശിച്ചു പോകുന്നുണ്ട് പച്ചക്കറി നട്ടിട്ട്. അപ്പോൾ എല്ലാവരോടും ഞാൻ പറഞ്ഞ് പണ്ട് അമ്മയും അമ്മമ്മയും പറഞ്ഞു തരുന്നത് ഉച്ചാറ് എന്ന ഒരു നാളുണ്ട്, ആ നാളിൽ നമുക്ക് പച്ചക്കറി നടാലോ എന്ന് പറഞ്ഞ് മിഞ്ഞാന്ന് അങ്ങനെ ഒരു ആൾ ഈടെ വന്നതിന് ശേഷമാണ് ഞാറ്റുവേല ഉച്ചാറ് ഇതെല്ലാം പഠിച്ചിട്ടുള്ളത്. അങ്ങനെ കൃഷി ചെയ്തിട്ട് പച്ചക്കറി ഉണ്ടാക്കാനുള്ള ഒരു അവസരം കൂടി ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് നമ്മളെ മക്കളെ പ്ലാസ്റ്റിക് വിമുക്തമാക്കിയിട്ട് തന്നെ നമ്മളെ മക്കളെ പച്ചക്കറിയിലൂടെ നമ്മളെ മക്കളെ എല്ലാവരും ഇന്നെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡോക്ടറോ എൻജിനീയറോ ആക്കിയിട്ട് പഠിപ്പിച്ച് നമ്മളെ മക്കളെ അങ്ങേത്തലക്ക് എത്തിക്കണം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് നമ്മളെ മക്കളെ നമ്മളൊരു കർഷകനായിട്ട് വളർത്തിയെടുക്കാൻ തയ്യാറാകുന്നില്ല? എനിക്ക് 2 മക്കളുണ്ട്. 2 മക്കളെയും കാർഷിക മേഖലയിലും കൂടി കൂട്ടുന്നുണ്ട്. എന്നാലും വിദ്യാഭ്യാസത്തിൻ്റെ പാതയിലും അവർ മുന്നോട്ട് തന്നെയുണ്ട്. ഒഴിവ് സമയങ്ങളിൽ എൻ്റെ വീട്ടിലും പച്ചക്കറി നട്ടിച്ച് തന്നെ അവരെ കൊണ്ട് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് വളർന്നു വരുന്ന മക്കൾക്ക് ഹോട്ടലുകളിൽ പോയിട്ടുള്ള ഭക്ഷണവും എല്ലാം കൊടുത്ത് നമ്മളെ മക്കളെ തന്നെ എന്നാ പറയേണ്ടത് ജീവിക്കാൻ അനുവദിക്കാതെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ അമ്മയും വിചാരിക്കും TV കാണാം, സീരിയൽ കാണാം എന്നുള്ളത്. ആ സമയത്ത് നമ്മളെ വീട്ടുമുറ്റത്തോ വയലിലോ ഇറങ്ങിയിട്ട് പച്ചക്കറി കൃഷിയോ അല്ലേ മറ്റെന്തെങ്കിലും നട്ടിട്ട് നമുക്ക് വേണ്ടുന്ന ഭക്ഷണം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരവസരം എല്ലാ അമ്മമാർക്കും പറഞ്ഞു കൊടുക്കാറും ഉണ്ട് ഞാൻ. പിന്നെ കൂടുതൽ നെൽകൃഷി ചെയ്യാറുണ്ട്, പച്ചക്കറി കൃഷി ചെയ്യാറുണ്ട്, പയറുവർഗ്ഗങ്ങളെല്ലാം കൃഷി ചെയ്യാറുണ്ട്. കുടുംബശ്രീ അംഗങ്ങളെ കൊണ്ട് കൃഷി ചെയ്യിക്കാറുണ്ട്. പിന്നെ ആട് വളർത്താറുണ്ട്. ആട് വളർത്തുന്നത് എൻ്റെ വീട്ടിൽ ആടുണ്ട്. ആടിന് വേണ്ടിയിട്ട് ഒരു കൂടും തൃശ്ശൂർ വെറ്റിനറി കോളേജിൽ നിന്ന് ഒരു കുട്ടനാടിനെയും തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ പഞ്ചായത്ത് എല്ലാവിധ കൃഷി ചെയ്യിക്കാനും തരിശു നിലങ്ങൾ തൊഴിലുറപ്പിലൂടെ തരിശു നിലങ്ങളെല്ലാം കണ്ടെത്തി എല്ലാവിടെയും എല്ലാ ജനങ്ങളെ കൊണ്ടും JLG ഗ്രൂപ്പിലൂടെ പ്രത്യേകിച്ചും കൃഷി ചെയ്യിക്കാനും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റും എല്ലാ ഭരണസമിതി അംഗങ്ങളും എല്ലാം തയ്യാറാക്കിക്കൊണ്ട് തന്നെ നമുക്കുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും ചെയ്തു തരാറുണ്ട്. വീണ്ടും എനിക്ക് എൻ്റെ ഈ കർഷക മുഖാമുഖം പരിപാടി തിരുവനന്തപുരത്ത് നിന്ന് കർഷകരുടെ ഇടയിലേക്ക് വന്ന് നമ്മെ ഇത്രയും പ്രോത്സാഹനം തരുന്നതിന്
എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഹൃദയസ്പൃക്കായ വാക്കുകൾ കൊണ്ട് ഈ വേദിയെയും സദസ്സിനെയും അനുഗ്രഹിച്ച പെരളശ്ശേരിയുടെ സ്വന്തം ഭാരതി ചേച്ചിക്ക് എല്ലാവിധ ആശംസ അർപ്പിക്കുന്നു. ഒപ്പം ഈ ചടങ്ങിന് കൃതജ്ഞത അർപ്പിക്കുന്നത് ദൂരദർശൻ കേന്ദ്രം പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ശ്രീ മോഹൻ കുമാർ അവർകളെ സാദരം ക്ഷണിക്കുന്നു. നമ്മുടെ ഈ ദൂരദർശൻ്റെയും ഗവേഷണ കേന്ദ്രത്തിൻ്റെയും ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഡോക്ടർ എം ഗോവിന്ദൻ ഡീൻ, അദ്ദേഹത്തിന് ആദ്യമായി നന്ദി പറയുന്നു. ഒപ്പം തന്നെ ഇതിൻ്റെ ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ PR സുരേഷ്, അദ്ദേഹത്തിനും നന്ദി പറയുന്നു. കുടുംബശ്രീ പ്രവർത്തക ശ്രദ്ധേയ ശ്രീമതി ഭാരതി ഏറ്റി അവർക്ക് നന്ദി പറയുന്നു. ഇവിടെ മനോഹരമായി കാർഷിക ഗീതം ആലപിച്ച പ്രശസ്ത കവിയും സാഹിത്യകാരനും മ്യൂസിക് കമ്പോസറുമെല്ലാമായ ശ്രീ കരിവള്ളൂരിൻ്റെ തന്നെ പ്രിയപുത്രൻ കരിവള്ളൂർ നാരായണൻ, അദ്ദേഹത്തിന് നന്ദി പറയുന്നു. ഈ സ്ഥാപനത്തിലെ അനീഷ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഞങ്ങളോടൊപ്പം ഇവിടെ വന്ന അന്ന് മുതൽ ഞങ്ങളോടൊപ്പം 24 മണിക്കൂർ ഞങ്ങളോട് ജോലി ചെയ്ത അനീഷിനോട് പ്രത്യേകം നന്ദി ഞാൻ എടുത്തു പറയുന്നു. ഗവേഷണ കേന്ദ്രത്തിന് വേണ്ടിയും നന്ദി എടുത്തു പറയുന്നു വ്യക്തിപരമായി. അതുപോലെ തന്നെ ഈ ഗവേഷണ കേന്ദ്രത്തിലെ ആദർശരായ ഉദ്യോഗസ്ഥർ, ഞങ്ങളുടെ മുന്നിൽ കാണാതെ തന്നെ ഞങ്ങളെ ഓരോ നിമിഷവും ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗവേഷണ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥർ, ക്യാൻറ്റീൻ ജീവനക്കാർ, അങ്ങനെ എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ഞാൻ എൻ്റെ നന്ദിയും വ്യക്തിപരമായ നന്ദിയും ഓഫീസിന് വേണ്ടിയുള്ള നന്ദിയും അറിയിക്കുന്നു. ഒപ്പം തന്നെ ഈ ഫാം സൂപ്രണ്ട് പ്രേമേന്ദ്രൻ സാർ, അദ്ദേഹം ഈ പ്രോഗ്രാമിന് വേണ്ടി വിളിച്ച് പറഞ്ഞ അന്ന് മുതൽ നിശബ്ദമായി ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. ഒപ്പം തന്നെ ഇവിടെ എത്തിയ എല്ലാ കാർഷിക സുഹൃത്തുക്കൾക്കും ദൂരദർശൻ്റെ പേരിലും വ്യക്തിപരമായി നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और PVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹരിതമുദ്ര അവാർഡ് നോമിനേഷനുകൾ ക്ഷണിക്കുന്നു. വിള ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാകാം. റബ്ബർ മേഖലയിൽ നൈപുണ്യ വികസന പരിപാടി 2ാം ഘട്ടത്തിലേക്ക്. വിശദമായ വാർത്തകളിലേക്ക്. 2016-17 സാമ്പത്തിക വർഷം വിവിധ ദൃശ്യ ശ്രാവ്യ അച്ചടി മാധ്യമങ്ങൾ വഴി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച അല്ലെങ്കിൽ പ്രക്ഷേപണം ചെയ്ത മികച്ച കാർഷിക പരിപാടിക്ക് കാർഷിക വികസന കർമ്മക്ഷേമ വകുപ്പ് ഹരിതമുദ്ര അവാർഡ് നൽകുന്നു. ഇതിനായുള്ള നോമിനേഷനുകൾ 2017 ഏപ്രിൽ 15 മുൻപ് ലഭിക്കും വിധം അപേക്ഷിക്കേണ്ടതാണ്. നോമിനേഷനുകൾ അയക്കുന്ന കവറിന് പുറത്ത് ഹരിതമുദ്ര അവാർഡ് എന്ന് പ്രത്യേകം രേഖപ്പെടുത്തണം. 75,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് അവാർഡ്. അച്ചടി മാധ്യമങ്ങൾ കാർഷിക പംക്തികൾക്കുള്ള ഹരിതമുദ്ര അവാർഡിന് 2016-17 വർഷം പ്രസിദ്ധീകരിച്ചതിൽ നിന്ന് തിരഞ്ഞെടുത്ത 10 പംക്തികളുടെ വീതം ഫോട്ടോ കോപ്പി സമർപ്പിക്കണം. ദൃശ്യമാധ്യമങ്ങൾ കാർഷിക പരിപാടികൾക്കുള്ള ഹരിതമുദ്ര അവാർഡിന് 2016-17 വർഷം സംപ്രേഷണം ചെയ്ത പരിപാടികളിൽ നിന്ന് തിരഞ്ഞെടുത്ത 4 എപ്പിസോഡുകളുടെ DVD സമർപ്പിക്കണം. ശ്രാവ്യ മാധ്യമങ്ങൾ ഇതിനായി പ്രക്ഷേപണം ചെയ്ത 2016-17 വർഷത്തെ മലയാള കാർഷിക പരിപാടിയുടെ 4 എപ്പിസോഡുകളുടെ CD യും സമർപ്പിക്കണം.
കൂടാതെ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്ത കാർഷിക പരിപാടിയുടെ ടെലികാസ്റ്റ് സർട്ടിഫിക്കറ്റും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷയും വിശദാംശങ്ങളും www.fibkerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. വിശദവിവരങ്ങൾക്ക് 04712317 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. അപേക്ഷ അയക്കേണ്ട വിലാസം: പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം. പത്തനംതിട്ട ജില്ലാ ക്ഷീരസംഗമത്തോടനുബന്ധിച്ച് മാർച്ച് 2-ാം തീയതി അടൂരിൽ വെച്ച് യുവസംരംഭകർക്കുള്ള സംഗമം സംഘടിപ്പിക്കുന്നു. യുവസംരംഭകർക്ക് ക്ഷീര സംരംഭക അവസരങ്ങളും സാധ്യതകളും മനസ്സിലാക്കുന്നതിന് ക്ഷീരമേഖലയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഉദ്ദേശിച്ചുള്ള ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള യുവ കർഷകർ തങ്ങളുടെ പേര് ഈ മാസം 25-ാം തീയതിക്കകം ജില്ലയിലെ ക്ഷീരവികസന ഓഫീസുകളിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണെന്ന് പത്തനംതിട്ട ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. പ്രധാനമന്ത്രി വിള ഇൻഷുറൻസ് പദ്ധതിയിൽ തിരുവനന്തപുരം ജില്ലയിലെ വാഴ കർഷകർക്കും മരിച്ചീനി കർഷകർക്കും ചേരാവുന്നതാണ്. ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾക്കായി അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അറിയിച്ചു. ഈ പദ്ധതിയിൽ ചേരുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 28 തിരുവനന്തപുരം ജില്ലയിലെ കുടപ്പനക്കുന്ന് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ നാളെ മുതൽ 23 വരെ വ്യാവസായികാടിസ്ഥാനത്തിൽ പശു വളർത്തൽ, 25-ന് ടർക്കി കോഴി വളർത്തൽ എന്നീ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 04712732 ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 04712732 RKVY സംസ്ഥാന പദ്ധതി പ്രകാരം സങ്കരയിനം തെങ്ങിൻ തൈകളുടെയും മറ്റ് നടീൽ വസ്തുക്കളുടെയും ഉൽപാദനവും തെങ്ങ് കൃഷിയിലെ നൂതന സമ്പ്രദായങ്ങളും എന്ന വിഷയത്തിൽ 2 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കേരള കാർഷിക സർവകലാശാലയുടെ ബാലരാമപുരത്ത് പ്രവർത്തിക്കുന്ന നാളികേര ഗവേഷണ കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 27, 28 തീയതികളിലും മാർച്ച് 1, 2 തീയതികളിലുമായാണ് പരിശീലനം നടത്തുന്നത്. ഓരോ ബാച്ചിലും ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അർഹരായ 30 പേരെയാണ് പരിഗണിക്കുന്നത്. ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ നാളികേര ഗവേഷണ കേന്ദ്രത്തിൽ നേരിട്ടോ 047124000621 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 047124000621. ക്ഷീരവികസന വകുപ്പിന്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന എറണാകുളം ജില്ലാ ക്ഷീരസംഗമം 2016-17 ഈ മാസം 25-ാം തീയതി രാവിലെ 10:30 പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ജില്ലയിലെ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കായി ചിത്രരചന മത്സരം, ഉപന്യാസ മത്സരം എന്നിവ നടത്തുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന എറണാകുളം ജില്ലയിലെ വിദ്യാർത്ഥികൾ വിശദ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 9497443830. മറ്റൊരു നമ്പർ 9605587240. ഒരിക്കൽ കൂടി 9497443830. മറ്റൊരു നമ്പർ 9605587240. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന പദ്ധതി പ്രകാരം കേരളത്തിലെ ചെറുകിട റബ്ബർ മേഖലയിൽ നടപ്പാക്കി വരുന്ന നൈപുണ്യ വികസന പരിപാടിയുടെ 2-ാം ഘട്ടത്തിന് കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചു. ഇത് പ്രകാരം 22,000 പേർക്ക് റബ്ബർ ടാപ്പിംഗ്, റബ്ബർ സംസ്കരണം എന്നീ 2 മേഖലകളിലായി പരിശീലനം നൽകും. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 10,000 പേർക്കാണ് റബ്ബർ ബോർഡ് പരിശീലനം നൽകിയത്. റബ്ബർ ടാപ്പിംഗ് മേഖലയിലും സംസ്കരണ മേഖലയിലും പ്രവർത്തിക്കുന്ന രാജ്യത്തെ മുഴുവൻ തൊഴിലാളികൾക്കും PMKVY പദ്ധതിയിൽ ഉൾപ്പെടുത്തി പരിശീലനം നൽകുകയും അതുവഴി വിദഗ്ധരായ തൊഴിലാളികളുടെ ദൗർലഭ്യത്തിന് പരിഹാരം കാണുകയും ചെയ്യുക എന്നതാണ് റബ്ബർ ബോർഡിന്റെ ലക്ഷ്യം. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി ക്വിന്റലിന് 12,700 രൂപ, കോഴിക്കോട് 13,600, തൃശൂർ 12,700. കൊപ്ര കൊച്ചി 8,570 രൂപ, കോഴിക്കോട് 8,600, തൃശൂർ 8,610. കുരുമുളക് അൺഗാർബിൾഡ് 58,200, കുരുമുളക് ഗാർബിൾഡ് 61,200 രൂപ. ചുക്ക് മീഡിയം 13,250, ചുക്ക് ബെസ്റ്റ് 14,250 രൂപ. മഞ്ഞൾ സേലം 9,600,
മഞ്ഞൾ ഈറോഡിൽ 9,800 രൂപ. അടയ്ക്ക പഴയത് 19,000 രൂപ മുതൽ 20,000 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 15,000 രൂപ. റബ്ബർ RSS 4ാം ഗ്രേഡ് 15,900 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 15,000 രൂപ. റബ്ബർ RSS 4ാം ഗ്രേഡ് 16,000 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 12,700 രൂപ. കൊപ്ര 8,570. പിണ്ണാക്ക് എക്സ്പെല്ല 2,300 രൂപ. പിണ്ണാക്ക് റോട്ടറി 2,700. കുരുമുളക് അൺഗാർബിൾഡ് 58,200. കുരുമുളക് ഗാർബിൾഡ് 61,200 രൂപ. ചുക്ക് മീഡിയം 13,250. ചുക്ക് ബെസ്റ്റ് 14,250. മഞ്ഞൾ നാടൻ 11,500 രൂപ. അടയ്ക്ക പുതിയത് 16,000 രൂപ മുതൽ 18,000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 280 രൂപ മുതൽ 300 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 450 രൂപ മുതൽ 500 രൂപ വരെ. ജാതിപത്രി 600 മുതൽ 650 വരെ. ഗ്രാമ്പു 780 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് ക്വിൻ്റലിന് 15,000 രൂപ. റബ്ബർ RSS 4ാം ഗ്രേഡ് 15,900. ഒട്ടുപാൽ 10,600. ലാറ്റക്സ് 10,000 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.1 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 23.1 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.9, 24.2. കൊച്ചി 34.2, 23.6. ആലപ്പുഴ 35.5, 23.8. പുനലൂർ 37.8, 20.5. തിരുവനന്തപുരം കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 23.2 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.